അതിദാരുണമായ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഡൽഹിയിൽ വിവേക് വിഹാറിലെ കുട്ടികളുടെ ആശുപത്രിയിൽ തീപിടുത്തം. 6 നവജാത ശിശുക്കൾ മരിച്ചു. രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരും. രാകേഷ്, അതിദാരുണമായ സംഭവം, പിഞ്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചത്. എങ്ങനെയായിരുന്നു തീപിടുത്തമുണ്ടായത്? ഭവ്യ, രാജ്കോട്ട് ദുരന്തത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഡൽഹിയിലും ദുരന്തമുണ്ടായിരിക്കുന്നത്. ഏറെ സങ്കടകരമായ വാർത്ത ഡൽഹിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഡൽഹിയിൽ കുട്ടികളുടെ ആശുപത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. 6 കുട്ടികൾ മരിച്ചു. ഇന്നലെ രാത്രിയാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. രാത്രി 11:30 ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായത്. താരതമ്യേന ചെറിയ ആശുപത്രിയാണ്. കാരണം 3 നില കെട്ടിടങ്ങൾ മാത്രമാണ് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഈ കെട്ടിടം പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ് നിലവിൽ ഉള്ളത്. കാരണം 12 കുട്ടികളാണ് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഈ 12 പേരെ രക്ഷിച്ചെങ്കിലും 6 കുട്ടികൾ മരിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. 6 കുട്ടികൾ ഇപ്പോൾ മറ്റ് 6 കുട്ടികളെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു കുട്ടി വെന്റിലേറ്ററിലാണ്. അതീവ ഗുരുതരമായി തന്നെ ആരോഗ്യനില തുടരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ആശുപത്രിയിൽ മാത്രമല്ല, സമീപത്തെ ജനവാസ കേന്ദ്രങ്ങളിലേക്കും ഈ തീ പടർന്ന സാഹചര്യമുണ്ടായി. എന്താണ് തീ പടരാൻ കാരണമെന്ന് വിവരം ലഭ്യമായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാണോ ഇത്തരത്തിൽ തീപിടുത്തത്തിന് കാരണമെന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ്. മാത്രവുമല്ല, ഈ ആശുപത്രി ഏതാണ്ട് പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ്. പുറമെ വാഹനങ്ങൾക്കും തീപിടിച്ചിട്ടുണ്ട്. അത്രമേൽ ദാരുണമായ സംഭവമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഏതായാലും ഉണ്ടായിരിക്കുന്നത്. രാജ്കോട്ടിൽ ഇന്നലെയാണ് സമാനമായ രീതിയിൽ ഒരു തീപിടുത്തമുണ്ടായത്. ഒരു ഗെയിമിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. അവിടെ ഉണ്ടായ അപകടത്തിൽ, ദുരന്തത്തിൽ 27 പേരാണ് മരിച്ചത്. അതിൽ 9 കുട്ടികളാണ്. കാരണം ശനിയാഴ്ച അവധി ദിവസമാണ്. കൂടുതൽ കുട്ടികൾ അവിടെ എത്തിയിരുന്നു. ഏതാണ്ട് ഈ അപകടം നടക്കുമ്പോൾ 80 പേരോ മറ്റോ അവിടെ ഉണ്ടായിരുന്നു. അതൊരു താൽക്കാലിക കെട്ടിടത്തിലാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. ഏതാണ്ട് 2 തട്ടായി തിരിച്ചുകൊണ്ടാണ് ആ ഗെയിമിംഗ് സെന്റർ പ്രവർത്തിച്ചിരുന്നത്. ട്രാംപോളിന് ഉപയോഗിച്ചുകൊണ്ട്, സാധാരണ നമ്മൾ സർക്കസിലൊക്കെ കാണുന്നത് പോലെ അങ്ങനെ ഒരു താൽക്കാലിക കെട്ടിടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ തീ ഉണ്ടായതിനോട് തുടർന്ന് അത് പെട്ടെന്ന് തന്നെ തീ പിടിക്കാൻ കാരണമാവുകയും ചെയ്തു. മാത്രമല്ല, പ്ലൈവുഡ് അടക്കമുള്ള നിർമ്മാണ ഉപകരണങ്ങളും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതും ഇത്തരത്തിൽ ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പലരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും അതിനൊക്കെ മറ്റു നടപടികളിലേക്ക്, DNA പരിശോധന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഗെയിമിംഗ് സെന്റർ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് പോലീസ് പറയുന്നു. അതിന്റെ ഓണറെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, സംഭവത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേക സംഘത്തെ ഇതിനായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭവ്യ, ഇപ്പോൾ രാകേഷ്, സമാനമായ 2 സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. 2ലും കൂടുതലും ഇരകളായത് കുഞ്ഞുങ്ങളാണ്. ഡൽഹിയിലാണെങ്കിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ, രാജ്കോട്ടിലാണെങ്കിൽ കൂടുതലും കുഞ്ഞുങ്ങളാണ്. പ്രത്യേകിച്ചും ഗെയിമിംഗ് സെന്റർ ആയതുകൊണ്ട്, അവധിക്കാലമായതുകൊണ്ട് കുഞ്ഞുങ്ങൾ കൂടുതലെത്തിയ സാഹചര്യമായിരുന്നു. ഈ ഗുജറാത്തിലെ തീപിടുത്തത്തിന് എന്താണ് കാരണമെന്നതിലേക്ക് ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ലൈസൻസ് ഇല്ലാതെയാണ് ഈ ഗെയിമിംഗ് സെന്റർ പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഗെയിമിംഗ് സെന്ററിന്റെ ഉടമയിലൂടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ രാകേഷ്? ഭവ്യ, അതാണ് സൂചിപ്പിച്ചത്. ഗെയിമിംഗ് സെന്ററിന്റെ ഉടമയെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യാഷ് സോളങ്കി എന്ന് പറയുന്ന ആളെയാണ് ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ലൈസൻസ് ഇല്ലാതെയാണ് ഈ ഗെയിമിംഗ് സെന്റർ പ്രവർത്തിച്ചതെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. അതിന് തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുകയും പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം വലിയൊരു അപകടമാണ്, വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. 27 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഇതിനോടൊന്ന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് തീപിടുത്തത്തിന് കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ അവിടെ ആ താൽക്കാലിക കെട്ടിടത്തിന്റെ ഒരു സാഹചര്യം ഒക്കെ തന്നെ അതിന്റെ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതായിരുന്നു. അതിലൊന്ന്, അതൊരു താൽക്കാലിക കെട്ടിടമായിരുന്നു. മാത്രമല്ല, ഈ ഷീറ്റും ഒപ്പം തന്നെ ട്രാംപോളിനും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിച്ചത്. അപ്പോൾ സ്വാഭാവികമായും തീ ആളിക്കത്താൻ ഇത് ഇടയാക്കും. പെട്ടെന്ന് തന്നെ തീ പിടിക്കാൻ ഇടയാക്കും. ഒപ്പം തന്നെ പ്ലൈവുഡ് അടക്കമുള്ള നിർമ്മാണ ഉപകരണങ്ങൾ, ഈ താൽക്കാലിക കെട്ടിടത്തിന്റെ തന്നെ നിർമ്മാണത്തിനുള്ള സാധനങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതും പെട്ടെന്ന് തീ ഇടയാക്കാൻ കാരണമാക്കി. മാത്രവുമല്ല, ഈ താൽക്കാലിക കെട്ടിടത്തിലേക്കുള്ള പ്രവേശന കവാടം വളരെ ചെറുതായിരുന്നു. അപ്പോൾ ഈ അപകടം ഉണ്ടായപ്പോൾ ആളുകൾക്ക് പുറത്തിറങ്ങാനും ഏറെ ബുദ്ധിമുട്ടുണ്ടായി. അതാണ് ഇത്തരത്തിൽ മരണസംഖ്യ ഉയരാൻ കാരണമെന്നൊരു നിഗമനമാണ് പോലീസ് ഉൾപ്പെടെയുള്ളവർ നൽകുന്നത്. ഏതായാലും ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. തീർച്ചയായും രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.